വെൽക്കം ടു കോലായി. ഞങ്ങള് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാന്നുള്ള പ്ലാനിങ് ആയിട്ട് കുറച്ച് കാലമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ സാലിബായിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത്, വിജീഷിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഞങ്ങളെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അസർബൈജാൻ ആൻഡ് അതിന് ശേഷം ഒരു ജോർജിയ. അപ്പൊ ഈ ജോർജിയ ട്രിപ്പില് ആണ് ഞങ്ങൾ ഇതിന്റെ ഒരു ഡിസ്കഷൻ വരുന്നത്. അപ്പൊ ഈ ഡിസ്കഷനിൽ നമുക്ക് തോന്നിയുന്ന എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാ. നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു ഡിസ്കഷൻ നോർമലി വന്നപ്പോ അതിലിങ്ങനെ സംസാരിച്ച് ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഈ പേരിലോട്ട് എത്തിയത് ഭയങ്കര യാദർശികമായിട്ട് ഭയങ്കര രസമുള്ള ഒരു പേരായിട്ട് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കോലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തെ ഒരു ജനതയുടെ, അതായത് ആ ഒരു സമയങ്ങളിലെല്ലാം ആളുകളും എല്ലാ കാര്യങ്ങളും, ഏറ്റവും വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും ഒരുപക്ഷെ തീരുമാനങ്ങളായിരിക്കും. അതേപോലെ ഇപ്പോഴത്തെ തലമുറക്ക് അല്ലെങ്കിൽ കുറച്ച് ഒരു പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ഒരു 2000 ഇങ്ങോട്ട് വരുന്ന തലമുറക്കൊന്നും കോലായി എന്ന് പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാവുന്നില്ല. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റ് ഔട്ട് ടോക്കേഴ്സ് എന്ന് പറയാനുള്ളതിന്റെ ഒരു കാരണം അത് തന്നെയാണ്. എന്താണ് കോലായി? ഒരു വിധമുള്ള എല്ലാ ചർച്ചകളും ആളുകള് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പല പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് സിറ്റ് ഔട്ട് ടോക്കേഴ്സ് പറഞ്ഞു, പീഡിയയുടെ കൊലയിലെ ബെഞ്ചിൽ ഇരുന്ന ആളുകൾ സംസാരിക്കും. ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അത് ഇറക്കി വെച്ച് ആളുകൾക്ക് അത്താണിക്കല്ലേ അതിന്റെ അങ്ങനെ ഒരുപാട് ഈ പീഡിയ കൊല എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ അന്ന് ആ നാട്ടിൽ നടക്കുന്ന അല്ലെ അതിന് മുമ്പ് ദിവസങ്ങളിൽ നടന്നിരുന്ന ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ കോലായിൽ ഇരുന്നിട്ടാണ്. ഈ പീഡിയ കൊല രാഷ്ട്രീയ കാര്യങ്ങൾ, രാഷ്ട്രീയം, സിനിമ, അല്ലെങ്കിൽ നാട്ടിലെ എല്ലാ വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങള്, കല്യാണം മുടക്കല്. ഇപ്പോ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കാരണം നമ്മുടെ പരിമിതമായ സമയം, നിൽക്കുന്ന സ്ഥലങ്ങൾ. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിലൂടെ മീഡിയ എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. ശരിക്കും പണ്ടുള്ള ആളുകൾക്ക് ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളും ഇത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഓഫ്ലൈനിൽ അവർ സംസാരിക്കുന്നത്. ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. ഈ കൂട്ടുകുടുംബം ശരിക്കും കോലായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു സംഭവമാണ്. ഈ കൂട്ടുകുടുംബത്തില് എന്ത് തീരുമാനങ്ങളും ഇതിന്റെ മുതിർന്ന ആളുകൾ അല്ലെ ആ വീട്ടിലെ കാരണവർ എടുക്കുന്നത് കോലായിലോ അല്ലെങ്കിൽ അതിന് ഭാഗപ്പെട്ടുള്ള സ്ഥലത്ത് വെച്ചാവും. കാരണം പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വൈകിട്ട് വിശ്രമം കഴിഞ്ഞ് ഈ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് ആ കോലായിൽ കാലൊക്കെ നീട്ടി ആ ഒരു ചാര കസേലയിൽ ഇരുന്ന്. എനിക്ക് കോലായി എന്ന് പറയുമ്പോൾ എന്റെ പഴയ തറവാടുണ്ട്. ഇപ്പം തറവാട് ആരെങ്കിലും പറയും. ഇപ്പൊ നമ്മളാ തറവാട്ടില് വലിയ നീളുള്ള ഒരു സിറ്റ് ഔട്ടാണ്. നമ്മള് ആൾക്കാർ വീട്ടില് കുറെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് പായിട്ട് കിടന്നു തുടങ്ങാം. ഇങ്ങനെ അട്ടിക്കട്ടിക്ക് കിടന്നു തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഓർമ്മയുണ്ട് കോലായി എന്ന് പറയുമ്പോഴേ. ഇപ്പൊ ശരിക്കും നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ഒരു കോലായിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നാട്ടില് നല്ല മഴയാണ്. നാട്ടിൽ ഇന്നൊക്കെ നല്ല മഴയാണ്. ഒരു വീടിന്റെ ആ ഒരു ഉച്ചത്ത് ഇങ്ങനെ ഒരു കാലൊക്കെ നീട്ടി വെക്കാൻ പറ്റുന്ന ഒരു ചെയറുണ്ട്. എനിക്കറിയാം, വടി ഇട്ടിട്ട് ഇങ്ങനെയുള്ളൊരു ചെയർ. അതിലങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പറയുമ്പോ അതിലിരുന്ന മഴ ഇങ്ങനെ നോക്കിയിരിക്കാനുള്ള ഒരു സുഖമുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലിംഗ്. അത് ഓരോ വീടിന്റെ കോലായിരിക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ചിലപ്പോ പഴയ നമ്മുടെ പാരന്റ്സിന്റെ മൊത്തത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും ആ കൊലായിൽ ഇരുന്നിട്ടാവും. ഇപ്പൊ ഒരാള് നമ്മുടെ വീട്ടിലോട്ട് ഒരു അതിഥിയായിട്ട് വന്നു ഒരു കല്യാണം പറയാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഓഫീസ് റൂമുകളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും സിറ്റിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞ ഏരിയകളുണ്ടത്. അന്നത്തെ കാലത്ത് പിന്നെ ഉള്ളിലോട്ട് വിളിച്ചു പറഞ്ഞ ഇവിടെ ഒരു കസാല കൊണ്ടെടുത്ത് എന്ന് പറഞ്ഞ് വീട്ടിന്റെ മുറ്റത്ത് അന്ന് ഒരു കസാല ഉണ്ടാവുക ഇവിടെ വീടിന്റെ മുന്നത്ത്. അത് ഈ കാരണവരിക്കുന്ന കസാല ചാരി കഥകൾ പറയുന്ന ആ ഒരു കസാല. അപ്പൊ ഒരു കസാല എടുത്ത് ഉള്ളിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നു. അവിടെ നിന്ന് കല്യാണം പറഞ്ഞു, ഇന്ന ദിവസമാണ് എന്റെ മോളെ കല്യാണം, നിങ്ങൾ വരണം. അയാള് പോകുന്നു, അടുത്ത ആരെങ്കിലും വരുന്നു ആ വീട്ടിലോട്ട്. ചിലപ്പം ജോലിക്കാരുണ്ടാവും വീട്ടിലോട്ട്, അവർക്ക് പണം കൊടുക്കുന്നത്. അതായത് ജോലി കഴിഞ്ഞ് പോകുന്നത് അവിടെ വെച്ചാവും. എല്ലാ കാര്യങ്ങളും ആ വീടിന്റെ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്തിനെ കോലായി എന്നല്ലാതെ വേറെ എന്ത് പേരാ വിളിക്കാം. പല പേരുകളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ 14 ജില്ലകൾക്കും ചിലപ്പം 14 പേരുകളുണ്ടായിരിക്കും അല്ലെ. ഉമ്മർ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോഴാണ് കുറച്ചും കൂടി മോഡേൺ ആയിട്ട് നമ്മൾ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ കാലങ്ങളൊക്കെ ആയി തുടങ്ങുന്ന ആ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഉമ്മറം
മാറി അല്ലെങ്കിൽ കോലായി മാറിയിട്ട് സിറ്റ് ഔട്ടായി മാറി. പാലക്കാടിന്റെ ഒറ്റപ്പാലം ആ ഷൊർണൂര് ആ ഏരിയയിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇപ്പോഴും ഇങ്ങനത്തെ ഒരുപാട് നല്ല ഒരുപാട് വീടുകളുണ്ട്. ഇതേ ശൈലിയിലെ ഒരു പൊന്നാനിയിൽ പഴയ കുറെ വീടുകളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ കുറച്ചും കൂടി ഇതിനോട്ട് ഈ കോലായി കണ്ട അല്ലെ അങ്ങനത്തെ വീടുകൾ പഴമ വീടുകൾ കണ്ടത് ഇപ്പോഴും പൊളിച്ചു പോവാത്ത വീടുകൾ കണ്ടത് പാലക്കാട് ജില്ലകളിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാലക്കാട് നമ്മുടെ ഇവിടെ നിന്നാണ് വിട്ട് കഴിഞ്ഞാല് പട്ടാമ്പിയാണ് വിട്ട് കഴിഞ്ഞാല് അങ്ങനെ തൃത്താല, കൂറ്റനാട് ഈ സിനിമാക്കാർക്ക് കുറച്ചും കൂടി പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണുള്ളത്. അപ്പൊ അവർക്ക് കൂടുതൽ പിന്നെ ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാനും അല്ലെങ്കിൽ ആ വീടുകളിലൊക്കെ പെട്ടെന്ന് പോയിട്ട് കണ്ടുപിടിക്കാനൊക്കെ ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. അവർക്ക് അതിലുള്ള പാടങ്ങളും വയലും അതിന്റെ എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ടല്ലോ, കുറച്ചുകൂടി ഗ്രീനറിയാണ്. ആളുകൾ കുറച്ചുകൂടി ആ ഒരു കൺസെപ്റ്റിന്റെ വീടുകളിൽ മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ എനിക്ക് തോന്നുന്നതാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഒന്നാമത് പഴയ മരങ്ങൾ ആ സമയത്ത്, അതായത് ഇപ്പൊ പാലക്കാടൊക്കെ കാണുന്ന ആ ടൈപ്പ് വീടുകളുടെ ഒക്കെ സമയത്ത് നല്ല മരങ്ങൾ കിട്ടുമായിരുന്നു നമ്മുടെ നാട്ടിൽ, ചീത്തയാത്ത. പക്ഷെ ഇപ്പോഴത്തെ സമയത്തൊക്കെ മരങ്ങളുടെ അതിന് ലൈഫ്, ഒരാളൊരു വീട് വയ്ക്കുന്ന ഏകദേശം 50 വർഷത്തെ ലൈഫ് ടൈം കണ്ടിട്ടാണ്. പക്ഷെ ആ 50 വർഷം ഇപ്പൊ കിട്ടുന്ന മരങ്ങള് എന്റർടൈൻ ചെയ്യുന്നത് മരം പൊളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും റിനോവേറ്റ് ചെയ്ത വീടുകൾക്ക് എടുക്കുന്ന. ഞാനിപ്പോ അടുത്ത കഴിഞ്ഞ തവണ അങ്ങനെ നാട്ടിൽ പോയ സമയത്ത് ഒരു വീട്ടിൽ പോയി. വലിയ വീട്, പഴയ വീട് എന്ന് പറഞ്ഞാൽ കണ്ടാ പഴയത് എല്ലാം പഴയത്, അതിന്റെ ഉള്ളിലോട്ട് കിടന്ന ഭയങ്കര മോഡേൺ. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് മുറ്റത്ത് കട്ട ഇട്ടിട്ടില്ല, മാവുകളുണ്ട്, ഭയങ്കര രസമാണ് വീട്ടിലോട്ട് കയറാനും. എന്റെ ഭാര്യയുടെ ഒരു കുടുംബ വീട്ടിലാണ്. അപ്പൊ ഞാൻ അവിടെ പോയി സംസാരിച്ചു. അവർ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വീട് വെച്ച് താമസിച്ചൊരു വീടാണ്. കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പഴയൊരു വീടിനെ എവിടുന്നോ ഫോട്ടോ എടുത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി അതേപോലെ ഉണ്ടാക്കിച്ചു. പക്ഷെ ഉള്ളിൽ ഫുള്ള് മോഡേൺ, ഏറ്റവും നല്ല ഭയങ്കര സെറ്റപ്പ്. അതായത് എനിക്കൊരിക്കലും അത് ഉൾക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ഒരു പഴമ അന്വേഷിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ ഭയങ്കര മൂഡിന്ന് നല്ലൊരു മൂഡിലോട്ട് കയറി പോകും. കാരണം ഏറ്റവും പുതിയ സൗകര്യങ്ങളുള്ള ഒരു വീട്. എന്നാൽ ആ വീടിന് ഒരു കോട്ടോ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വരാന്തകളും പിന്നെ ചാരുപടി. ഒരു തമിഴ് സിനിമയിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഫുള്ള് ചേരിയാണേ. അപ്പൊ ഇയാള് പോയിട്ട് ഒരു ചേരിയിലുള്ള ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ലക്ഷറിയസ്. ഒരു കൾച്ചറിൽ നമ്മൾ ജീവിക്കുന്ന ആൾക്ക് ഉള്ളിലെ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ പുറമെ എല്ലാ വീടുകളും നമുക്ക് ഒരേ കൺസ്ട്രക്ഷൻ ആവും ഇവിടുത്തെ. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് അവരുടെ അത് ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും അങ്ങനെയാണ്. ഏറ്റവും വലിയ പണക്കാരന്റെ വീട് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വീട് കണ്ടുപിടിച്ച് നിങ്ങൾ ഒരിക്കലും പോയ കണ്ടില്ല. ആ സമയത്ത് അതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പൊ പുറം മോടി പിടിപ്പിക്കുന്ന ഏറ്റവും പ്രത്യേകിച്ച് മലയാളികളാണ്. മലയാളികളിൽ പ്രത്യേകിച്ച് നമ്മുടെ എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിലാണ് കുറച്ചും കൂടി വീടിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. എന്തായാലും ഈ കോലായി എന്നുള്ള ഒരു വാക്ക് കണ്ടുപിടിക്കാൻ കുറെ നമ്മള് പല പേരുകൾ ഇട്ടെങ്കിലും ഏറ്റവും നമുക്ക് അനുയോജ്യമെന്താണെന്നറിയോ? നോർമലി നമ്മൾ ഒരു വീട്ടില് ഒരു സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പീഡിയ കൊലത്തെ പറ്റി സംസാരിക്കണ എന്താണോ ടോക്ക്, ആ സെയിം ടോക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ. ഒരു കാര്യം പറഞ്ഞാൽ ഇതിനൊരു നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. കോലായി എന്ന് നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ ഇംഗ്ലീഷിൽ ഫസ്റ്റ് വായിക്കുന്ന എങ്ങനെ ഇപ്പോ മലയാളം കഴിച്ചാല് വേർഡ്സ് അങ്ങോട്ട് എല്ലോ അങ്ങനെ ഈ പേര് പറയുന്ന സമയത്ത് അപ്പൊ എനിക്ക് തോന്നുന്നു വിനീഷ് ആ സമയത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു, ഞാനും നെജിംബായി കൂടെ ഇങ്ങനെ പറയാൻ ഇങ്ങനെ കോലായി പേരൊക്കെ കണ്ടുപിടിച്ചു, ഇന്നൊക്കെ ചെയ്യാൻ ഞാൻ ഇവർക്ക് അത് ഇട്ട് കൊടുത്തു. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവനോട് നല്ല പേര് കൊളായി. ഞാനും അത് അങ്ങനെ ഒരു പേര് അങ്ങനെ സംഭവം ഉണ്ടല്ലോ അതില്. കാരണം ഇതിന് ഇംഗ്ലീഷിൽ എഴുതുമ്പോ ഒരിക്കലും നമുക്കത് മലയാളത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? കാരണം നമ്മൾ മലയാളം സംസാരിക്കുന്നതല്ല, നമുക്ക് മലയാളമാക്കാം. ഈ വേർഡാണെങ്കിലും ഏറ്റവും പഴമയുള്ള ഒരു വേർഡാണ്, എന്നാൽ എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡാണ്. അപ്പൊ കോലായി മലയാളത്തിൽ തന്നെ ആക്കാം. വേണമെങ്കിൽ നമുക്ക് അതിനൊരു സ്ലോഗൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ആളുകൾക്ക് അറിയുന്ന ഇംഗ്ലീഷിലോട്ടൊന്ന് മാറ്റാം എന്ന് മാത്രമേ നമ്മൾ. ഒരു പക്ഷെ നമ്മളിപ്പോ ഒരു ഫണ്ണായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു യൂണീക്ക് ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു പല സ്ഥലത്തും നമ്മളത് ജസ്റ്റിഫൈ ചെയ്തുള്ളൂ. ഒരു അറിയാത്ത ഒരു അൺനോൺ ഒരാളെ കൊലായി എന്താന്ന് പറഞ്ഞ് അറിയാത്ത ഒരു അൺനോൺ ഒരാളെ നമ്മൾ കൊലായി എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന് ഏറ്റവും ബെസ്റ്റ് ഒരു പേരാണ്. കാരണം ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു തലമുറകളായിട്ട് അവിടെ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനൊക്കെയാണ് നമ്മൾ
അല്ല, നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങള്, നമ്മുടെ നിർദ്ദേശങ്ങള്, നമുക്ക് കിട്ടിയ അനുഭവങ്ങള്, നമുക്ക് യാത്രകളിൽ കിട്ടുന്ന അനുഭവങ്ങൾ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ ചില യാത്രകളിൽ നമുക്ക് സംഭവിക്കുന്ന പല പൊട്ടത്തരങ്ങളും നമ്മൾ പിന്നീട് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പൊ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഇതുപോലുള്ള വേദികളിലാണ്. ഇങ്ങനെ നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ ഇരുന്ന് അങ്ങനത്തെ വേദികളിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു അത്താണിക്കല്ല് എന്നുള്ള പേര് നേരത്തെ പറഞ്ഞാൽ അത്താണിക്കല്ല് എന്ന് പറയുന്ന പേര് എന്താണ് അത്താണിക്കൽ എന്ന് അറിയാത്ത ആളുകൾക്കുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലാണ് അത്താണി എന്ന് പറഞ്ഞ ഇപ്പോ നമ്മുടെ കരിങ്കൽ അത്താണികള്, അങ്ങനെ കുറെ അത്താണികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വിശ്രമ കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് അർത്ഥം തോന്നുന്നു. എനിക്ക് നമ്മുടെ നാടുകളിലെ ഒരുപാട് സ്ഥലത്തിന്റെ പേര്, അതായത് ഫേമസ് ആയിട്ടുള്ള ആ സ്ഥലങ്ങളിലും വാഹനങ്ങൾ കുറവാണ്. അന്ന് ഈ കാളവണ്ടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളോ മോട്ടോർ വാഹനങ്ങൾ കുറവുള്ള സമയങ്ങളിൽ ചുമടെടുത്തിട്ടാണ് ആളുകൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കല്ലില് പിന്നെ നിർത്തിയിട്ട് അതിന്റെ മുകളിൽ ഒരു കല്ലും കൂടി നിർത്തി ഈ ചുമടിറക്കി വെച്ച് കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം, അതാണ് അത്താണി. ആ അത്താണി ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ മൊത്തം ഓരോ അത്താണിയിലാവോ കരിങ്കല്ലത്താണിയായി ഒരു സ്ഥലം, അല്ലെങ്കിൽ അത്താണി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് കേരളത്തിൽ പല സ്ഥലങ്ങളും ആ പേരിലോട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റീഫ്രഷ്മെന്റ് തന്നെയായിരുന്നില്ല അന്നത്തെ കാലത്ത്. നമ്മളിപ്പോ ആയിരിക്കും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലങ്ങളിലൊക്കെ അത് എല്ലാ ദിവസങ്ങളും നടന്നു പോകുന്ന ഒരു ചടങ്ങായി. നമ്മള് കുറെ ആളുകളുടെ സർവൈലൻസിന്റെ ഒരു സംഭവമാണ്. ആളുകൾ അത്രയും എഫേർട്ട് എടുത്ത് കിലോമീറ്ററുകളോളം കാൽനടയായിട്ട് വെയിറ്റ് കൊണ്ടുവന്ന് അവിടെ വെച്ച് അവരടുത്തൊരു മൈൽ ദൂരം താണ്ടാനുള്ള എനർജി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും. അത്താണി മധുവായിട്ടുള്ള സംഭവം ശരിക്കും പോസിറ്റീവ് എനർജി സ്പേസ്. ഓരോ അത്താണി വലിയൊരു ഭാരം കുറച്ച് സമയത്തേക്ക് താൽക്കാലികമായിട്ടെങ്കിലും അവർ ഇറക്കി വെച്ച് അടുത്തൊരു ഭാരം കയറി പോവാനുള്ള എനർജി സേവ് പണ്ട് കാലത്ത് കച്ചവടക്കാരുടെ കാര്യമല്ലേ പറഞ്ഞത്. അതെ അതെ. അല്ല, ഈ വിശ്രമയാനത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. വലിയൊരു മാർക്കറ്റും കൂടിയാണ് അവിടെ. ഒരു മാർക്കറ്റാണ്. അതായത് അതിന്റെ അടുത്തൊരു ചായക്കട ഉണ്ടാവും, അവിടെ കുറെ ആളുകൾ കൂടുന്നുണ്ടാവും, പല ബിസിനസ്സുകളും അവിടുന്ന് ബിസിനസ്സുകൾ ഉണ്ടാവും, ബിസിനസ് ഐഡിയകൾ ഉണ്ടാവും. നമ്മൾ ചില സമയത്ത് നമ്മൾ പല ബിസിനസ് ഐഡിയ ഉണ്ടാവും. നടക്കാതെ പോയ എത്ര ബിസിനസ്സുകൾ നമുക്ക് നടന്ന ബിസിനസ് ഐഡിയ. പക്ഷെ വേറെ ഒന്നുണ്ട്, ചില ഐഡിയകളൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ, ഇപ്പൊ എന്റെ ബിസിനസ്സിൽ നിങ്ങൾ പറയുന്ന പോലെ ഐഡിയകൾ നിങ്ങൾ അറിയാതെ ഞാൻ കണ്ടെടുത്തിട്ടുണ്ടാവും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണുന്ന ഒരു ഐഡിയ നമ്മളത് മനസ്സിൽ അവിടെ ഓർത്ത് വെക്കും. പിന്നീട് ഏതെങ്കിലും കാലത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കൂടിയാലോചനകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളിലൊക്കെയാണ് അത് കൂടുതൽ കിട്ടുക. എന്നാൽ ഇതൊരു ചെറിയ സെഷനായിട്ട് തുടങ്ങിയതാണ്. എന്തായാലും നമുക്ക് ഇപ്പോഴത്തേത് തൽക്കാലത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോ വീണ്ടും നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് നല്ല വിഷയങ്ങളായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറ്റിയ ഒരുപാട് അബദ്ധങ്ങള്, അതുപോലെ ഐഡിയകള്, ഈ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈവൻ സൗദി മാത്രം എടുത്താൽ തന്നെ നമുക്ക് ഒരു 5-8 എപ്പിസോഡ്. സൗദി എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പറയുന്നത് നമ്മളിപ്പോ സൗദിയിലായതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സൗദിയുടെ ഒരു സ്ഥലത്ത് നിന്ന് ഏറ്റവും എൻഡ് ഓഫ് ദ സൗദി വരെ പല ടൈമായിട്ട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് അത് പല ആളുകളുടെ കൂടെ അതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. അല്ല, നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തില്ല, അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ സെക്ഷൻ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താണ് കോലായി എന്നുള്ളതും എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഞങ്ങളുടെ പേര്, കോലായി എന്ന ബ്രോഡ്കാസ്റ്റ് ചാനൽ. ഞങ്ങൾ അറിയപ്പെടുന്നത് കോലായി. അതേപോലെ വേറെ ഒന്നും പറയാം. താങ്ക് യു.